ഹലോ, നീഡിൽ മന്ത്രയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് നല്ലൊരു ഡിസൈനിലൊരു ഫ്രോക്ക് ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ അതിനാവശ്യമുള്ള തുണികൾ നോക്കാം. അപ്പോൾ ഫ്രോക്കിൻ്റെ താഴെ സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് 1 മീറ്റർ ബ്ലാക്ക് നെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് 1 മീറ്റർ സാറ്റിൻ്റെ തുണിയും വാങ്ങിയിട്ടുണ്ട്. ഇനി ഫ്രോക്കിൻ്റെ യോക്ക് ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കോട്ടൺ ടൈപ്പ് തുണിയുണ്ട്. അപ്പോൾ അതിൻ്റെ ലൈനിങ് ഒരു 1/2 മീറ്റർ ലൈനിങ്ങും ഉണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ ഭാഗത്ത് പ്ലീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബ്ലാക്ക് നെറ്റ്, പ്ലെയിൻ ബ്ലാക്ക് നെറ്റ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 6 വയസ്സിൻ്റെ മെഷർമെൻറ്റ്സ് ഞാനിവിടെ കൊടുക്കാം. ഈ അളവിലാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ യോക്ക് ഭാഗത്തിന് വേണ്ടിയിട്ട് ഞാൻ പേപ്പർ പാറ്റേൺ ആക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് സെപ്പറേറ്റ് പാറ്റേൺ ആണിത്. അപ്പോൾ ഈ പാറ്റേൺ വെച്ച് നമുക്ക് യോക്ക് കട്ട് ചെയ്യുന്നത് നോക്കാം. ലൈനിങ്ങും നല്ല തുണി രണ്ടായി ഫോൾഡ് ചെയ്ത് വെക്കുക. ആദ്യം ബാക്ക് പാറ്റേൺ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ തുണി മടക്കിയിട്ട് ഫ്രണ്ട് പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇനി മാറിപ്പോകാതിരിക്കാൻ അല്ലെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാവാൻ ഫ്രണ്ടും ബാക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്ലീവിന് വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് വീതിക്ക് നെറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ബാക്ക് ഹൂക്ക് വെക്കുന്ന സൈഡിൽ കൊടുക്കാൻ ഒരു 3 ഇഞ്ച് വീതിക്ക് കോട്ടൺ തുണി കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ സ്കേർട്ടിൻ്റെ ഈ നെറ്റ് തുണി രണ്ടായി കട്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഇത് 1 മീറ്റർ ആയിരുന്നു, അത് ഞാൻ രണ്ടായി കട്ട് ചെയ്തിട്ട് വേസ്റ്റ് മുതൽ താഴെ വരെയുള്ള ലെങ്ത്ത്, അതായത് ഇവിടെ 18 ഇഞ്ചാണ്, അതെടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കുക. സാറ്റിനും നെറ്റും കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ വീതി എന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് വീതിയുടെ ഒരു 3 ഇരട്ടി വീതി എടുക്കുക. പിന്നെ സ്റ്റിച്ചിങ് ആണ്. ആദ്യം നമുക്ക് സ്ലീവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നെറ്റ് പ്ലീസ് ഇട്ട് കൊടുക്കാം. അപ്പം ആദ്യം തുണി 2 മടക്കാക്കിയിട്ട് ഇതിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ചെറിയ ചെറിയ പ്ലീസ് ഇട്ട് കൊടുക്കാം. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ല തുണിയുടെ ഫ്രണ്ട് ആൻഡ് ബാക്ക് നല്ല വശം ചേർത്ത് വെക്കുക. ഈ ലൈനിങ് തുണിയുടെ നല്ല വശം ഒരുമിച്ച് ചേർത്ത് വെക്കുക. എന്നിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ നല്ല വശത്ത് പ്ലീസ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ വേണമെങ്കിൽ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പ്ലീസ് അതിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ 2 സൈഡിലും സ്ലീവ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ലൈനിങ്ങിൻ്റെ നല്ല വശം താഴോട്ടാക്കി വെക്കുക. എന്നിട്ട് ഫുൾ ആം ഹോളും നെക്കും ഈ പിന്നിൽ ഹൂക്ക് കൊടുക്കുന്ന ഭാഗം തയ്ച്ചെടുക്കാം. അപ്പം ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ഭാഗം പുറത്തിടണം. അപ്പോൾ പിറകിലെ ഭാഗം ഷോൾഡറിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക.
അപ്പം ഞാനിതുപോലെ ഒരു ഫ്രണ്ടിൽ കുറച്ച് ബീഡ്സും ഫ്ലവേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറകിൽ ഹൂക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡ് ഇങ്ങനെ പ്ലാക്കറ്റ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കണം. ഇനി ഫ്രോക്കിന്റെ രണ്ട് സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി സ്കേർട്ട് ഭാഗത്തിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ലെങ്ത് വേസ്റ്റ് വീതിയുടെ 3 ഇരട്ടി എടുക്കുക. അപ്പം ഞാനിവിടെ നെറ്റിന്റെ 2 പീസ് ജോയിൻ ചെയ്തിട്ട് ഒറ്റ പീസ് ആക്കിയിട്ട് ഇതിന്റെ മേലെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് 2 ലൂസ് സ്റ്റിച്ച്, അതായത് നമ്മുടെ സ്റ്റിച്ചിങ് മെഷീനിൽ ഏറ്റവും ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി താഴെ ബോബിന്റെ ഈ 2 നൂലും പിടിച്ചിട്ട് വലിച്ചിട്ട് ചെറിയ ചുരുക്കിട്ട് കൊടുക്കാം. അപ്പോൾ വേസ്റ്റ് വണ്ണത്തിനനുസരിച്ചിട്ട് ചുരുക്കിട്ട് കൊടുക്കാം. സാറ്റി ലൈനിങ്ങും ഇതുപോലെ തന്നെ ചുരുക്കിട്ട് വെക്കാം. അപ്പം ഇങ്ങനെ നമ്മൾ വേസ്റ്റ് വണ്ണത്തിന് കണക്കാക്കി ചുരുക്കിയിട്ടിട്ട് ടോപ്പിലൂടെ ഒരു റഫ് സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് സൈഡ് രണ്ടും സെപ്പറേറ്റ്, അതായത് നെറ്റ് തുണി 2 നെറ്റ് തുണിയുടെ സൈഡും ഒരുമിച്ച് ജോയിൻ ചെയ്യാം. പിന്നെ ലൈനിങ്ങിന്റെ തുണി മാത്രം ഒരുമിച്ച് സൈഡ് ജോയിൻ ചെയ്യാം. ഇനി സ്കേർട്ടും യോക്കും ജോയിൻ ചെയ്യാം. അപ്പം നല്ല 2 സൈഡും ഫേസ് ചെയ്ത് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. അതായത് യോക്കിന്റെ നല്ല സൈഡും സ്കേർട്ടിന്റെ നല്ല സൈഡും ഒരുമിച്ച് ഫേസ് ചെയ്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. താഴെ ലാസ്റ്റ് ഹെമ്മിങ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.